ഭയങ്കര യമ്മിയാണ് കേട്ടോ. ചൂട് കാരണം എടുക്കാൻ പറ്റുന്നില്ല. സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഗ്രീൻ ചിക്കനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ ഗ്രീനാണ്, ഭയങ്കര ജ്യൂസിയാണ്, ഭയങ്കര യമ്മിയാണ്. എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് മെനുവിന് നിങ്ങളുടെ ടേബിളിൽ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഡ്രൈ ഡിഷാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. ഇതിപ്പോൾ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇതാ ഞാനിവിടെ കാന്താരി മുളക് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം. കാന്താരി മുളകിൻ്റെ ടേസ്റ്റ് ഒരു ഹൈലൈറ്റാണ് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് നമ്മളിടുന്നത് പുതിനയിലയും മല്ലിയിലയും. എന്നിട്ടത് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ചിക്കനിലൂടെ ചേർക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ 1 സ്പൂൺ തൈരും കൂടെ ചേർത്ത് അരച്ചായിരുന്നേ, നല്ല പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ്, പിന്നെ നമ്മളൊരു 1/2 സ്പൂണോളം കുരുമുളക്, ഗരം മസാല, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് എന്താ പറയുക മാറിനേറ്റ് ചെയ്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1 മണിക്കൂർ വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് നല്ല പച്ച കളറായിരിക്കും കേട്ടോ, കാരണം നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. സ്റ്റൗ കത്തിച്ചിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ നന്നായി ചൂടായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇടുകയാണ്. അതിൻ്റെ ബാക്കിയുള്ള ഗ്രേവിയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ ഈ ഗ്രേവിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മളിത് തിരിച്ചും മറിച്ചിട്ട് നന്നായി മുരിയുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. അതാണ് ഇതിൻ്റെ പാകം. അപ്പം നമ്മൾ ഈ മുരിയാത്ത സൈഡൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ ഒന്ന് മുരിഞ്ഞു കൊടുക്കുക. ഈ ചിക്കൻ അങ്ങനെ ഒരു പ്രോപ്പർലി ഷേപ്പ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് എന്താ പറയുക പല പോർഷൻസൊക്കെ മുരിയാതിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക ലെഗ് പീസോ അല്ലെങ്കിൽ എന്താ പറയുക ബോൺലെസ് ചിക്കനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ തൈ പീസസാണ് എടുത്തിരിക്കുന്നത്, കാരണം ഇത് ഭയങ്കര ഏറ്റവും സോഫ്റ്റ് പാർട്ടായതുകൊണ്ട്, ഏറ്റവും ജ്യൂസി ആയിട്ടുള്ള ആ പോർഷൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് മുരിഞ്ഞു. അപ്പോൾ ഞാനത് സെർവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹരിയാലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത മണാട്ടോ, അതിനൊത്ത ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇത് നല്ല ചൂടാണ്, പക്ഷേ ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പീസ് എന്താ പറയുക ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. നമ്മൾ അധികം കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടും കൂടെ ഭയങ്കര യമ്മിയാണ് കേട്ടോ. ചൂട് കാരണം എടുക്കാൻ പറ്റുന്നില്ല. സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പെട്ടെന്ന് ചൂട് തീർക്കട്ടും. അപ്പോൾ ഇങ്ങനെ ഐ എം ടെല്ലിങ് യു, നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ അടിപൊളി ഡിഷസ് കാണാനായിട്ട് നിങ്ങൾ ലിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ക്രിസ്മസിന് നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ഡിഷസ് കാണാനായിട്ട് നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അൺടിൽ ദെൻ ബൈ.